ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാരെ കൊണ്ടുപോയിരുന്ന ബാറ്ററി കാർ സർവീസ് പുനരാരംഭിച്ചു. സുരക്ഷാ പ്രശ്നങ്ങളാൽ 2 മാസം മുമ്പ് നിർത്തിയ ബാറ്ററി കാർ സർവീസാണ് കഴിഞ്ഞ ദിവസം മുതൽ പുനരാരംഭിച്ചത്. റെയിൽവേ പാളം യാത്രക്കാരുമായി മുറിച്ചു കടക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് റെയിൽവേ സുരക്ഷാ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാറ്ററി കാർ സർവീസ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. പ്രവേശന കവാടത്തിൽ നിന്ന് പ്ലാറ്റ്ഫോമുകളിലേക്ക് ലഗേജ് ഉൾപ്പെടെ കൊണ്ടുപോകാൻ സൗകര്യമാണ് ബാറ്ററി കാർ. റെയിൽവേ സ്റ്റേഷനിലെ 7 പ്ലാറ്റ്ഫോമുകളിലേക്കും യാത്രക്കാരെയും ബാഗേജും കൊണ്ടുപോകുന്നതിനായി 2 ബാറ്ററി കാറാണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാർക്ക് 20 രൂപയും ബാഗേജിന് 10 രൂപയുമാണ് നിരക്ക്. തീവണ്ടികൾ വരുന്ന സമയങ്ങളിൽ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് തീവണ്ടികൾ കടന്നുപോയതിന് ശേഷം പാളം മുറിച്ച് കടക്കുന്ന രീതിയിലാണ് അനുമതി നൽകിയിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് പുനരാരംഭിക്കാൻ റെയിൽവേ സുരക്ഷാ വിഭാഗം അനുമതി നൽകിയിരിക്കുന്നതെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. പ്ലാറ്റ്ഫോമുകൾ മുറിച്ചു കടക്കാൻ 2 മേൽപ്പാലങ്ങൾ ഉണ്ടെങ്കിലും 1 അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ഒരു മേൽപ്പാലത്തിലൂടെ പ്ലാറ്റ്ഫോമിൽ എത്തിയാലും പ്ലാറ്റ്ഫോമുകളുടെ 2 അറ്റങ്ങളിലേക്ക് വലിയ ദൂരം നടക്കാനുണ്ട്. ഈ പ്രശ്നത്തിനു കൂടിയാണ് ബാറ്ററി കാർ എത്തുന്നതോടെ പരിഹാരമായത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.